ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഗോബി 65 ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉത്സവങ്ങൾക്കും എക്സിബിഷൻസിലൊക്കെ പോകുമ്പോഴത്തേക്കും കോളിഫ്ലവർ വറുത്തത് കിട്ടാറില്ലേ? എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ചെയ്ത് നോക്കൂലേ? ചെയ്ത് നോക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടാറുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ആ ടേസ്റ്റിൽ, സെയിം ടേസ്റ്റിൽ എങ്ങനെ നമുക്ക് ഗോബി 65 ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കോളിഫ്ലവർ, ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്, 500 ഗ്രാമിൻ്റെയാണത്. ഇനി വേണ്ടത് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്, ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ആട്ടപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം, അത് 3 ടേബിൾ സ്പൂൺ. പിന്നെ കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, ഇറച്ചി മസാല 1.5 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി വേണം, ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്, തിളച്ചുടങ്ങാനായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് കോളിഫ്ലവർ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇട്ട് തിളപ്പിക്കുകയാണ്. കാരണം അതിൻ്റെ അകത്തുള്ള പുഴുവോ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്നേ ഉള്ളൂ. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായി ഇളക്കാം. ഇതിലേക്ക് കോളിഫ്ലവർ ഇടാം. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു 4-5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. മൂടി വെച്ച് തിളപ്പിക്കുക. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മൂടി തുറന്നു നോക്കാം. കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ വേവാതിരിക്കാൻ നമുക്ക് വേഗം ഒരു സ്ട്രെയിനറിലേക്ക് അത് ഊറ്റിയെടുക്കാം. ഞാൻ ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഞാൻ ഊറ്റിയെടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ നല്ല പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചാണ് കഴുകണത്. ഫ്രിഡ്ജിലെ വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പൈപ്പിന്റെ അടിയിൽ പിടിച്ച് കഴുകിയാലും മതി. നമ്മൾ നന്നായി കഴുകിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ കൂടുതൽ വെന്ത് പോകും. ഇത് ഇച്ചിരി ക്രഞ്ചി അല്ലേ, അപ്പോൾ അത് കൂടുതൽ വെന്ത് പോവാതിരിക്കാനാണ്. ഇത് കറക്റ്റ് വേവാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ആ ചൂട് പോകുന്നത് വരെ കഴുകണം കേട്ടോ. ഞാനൊരു വെള്ളത്തിലല്ല, കുറച്ചും കൂടെ കഴുകിയായിരുന്നു, ഇപ്പം ചൂടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവറിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി നിങ്ങൾക്കിത് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് 1 മണിക്കൂർ വെക്കാൻ പറ്റില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുക. എന്നാലേ അതിൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഫ്രിഡ്ജിൽ തന്നെ വെക്കും വേണം, പുറത്തല്ല വെക്കേണ്ടത്. നിങ്ങളിനി ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഒരു ഷീറ്റ് വെച്ചിട്ട്, ഫോയിൽ ഷീറ്റ് വെച്ചിട്ട് ഒന്ന് മൂടിയിട്ടോ അല്ലെങ്കിൽ മൂടി വെച്ച് മൂടിയിട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ്. ഇത് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച കോളിഫ്ലവർ ആണ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പൊടികളൊക്കെ ആദ്യം ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ഞാൻ മുഴുവൻ ഇടുന്നില്ല, ഒരു 3/4 ഭാഗത്തോളം ഇപ്പോൾ ഇടുന്നുള്ളൂ. കുഴച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം. അതുപോലെ നമ്മുടെ പൊടികൾ: അരിപ്പൊടി, മൈദ, കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പും. നമ്മൾ ആദ്യം വെള്ളം ചേർക്കുന്നില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും. അത് വെച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കും. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ടൈറ്റ് ആയിട്ടുള്ളതാണ് ഇരിക്കുന്നത്, ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ബാറ്റർ അല്ല ഉണ്ടാക്കുന്നത്.
കുറച്ച് വെള്ളം നമുക്ക് കയ്യിലാക്കി കൊടുക്കാം. ഒത്തിരി അതിനകത്തേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല, കയ്യിലേക്ക് ഒഴിച്ചാൽ മതി കുറച്ച്. ഞാൻ മിക്സാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബാറ്റർ ഇച്ചിരി കുറവുള്ള പോലെ തോന്നി. അതാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം വളരെ കുറച്ച് കയ്യിലാക്കിയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്, ഒത്തിരി ഒന്നും ഒഴിച്ചിട്ടില്ല. ഇതാണ് ഏകദേശം പരിവാട്ടോ. നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കോട്ടിംഗ് ഉണ്ടോയെന്ന് നോക്കിയാൽ മതി. വെള്ളം പോലെ ആവണ്ട, കോട്ടിംഗ് എല്ലായിടത്തും ആയോ നോക്കിയാൽ മതി. ഇനി നമ്മൾ ഒരു അരമണിക്കൂർ കൂടെ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്, നാരങ്ങാനീര്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. റെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കുഴപ്പമില്ല, അപ്പം തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്, ഒത്തിരി തിളയ്ക്കാൻ പാടില്ല. ഞാൻ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം, ഒത്തിരി ചൂട് കൂടി പോവരുത്. നമ്മളിത് ഡബിൾ ഫ്രൈ ആണ് ചെയ്യുന്നത്, സിംഗിൾ ഫ്രൈ അല്ല. അപ്പോൾ ആദ്യത്തെ എണ്ണയ്ക്ക് അധികം ചൂട് പാടില്ല, നമ്മൾ ചൂട് കുറച്ച് വെച്ചിട്ടാണ് ആദ്യത്തെ സെക്ഷൻ വറുത്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് എടുത്തിടാം. നമ്മൾ കോളിഫ്ലവർ എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ആരും ഇളക്കി കൊടുക്കരുത്. കുറച്ച് നേരം ആ തിള അടങ്ങാൻ ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇട്ട ഉടനെ തന്നെ സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ കോട്ടിങ് എല്ലാം പറഞ്ഞു പോരും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു സൈഡോ കുറച്ചൊന്നാകാൻ വേണ്ടിയിട്ട്, എന്നിട്ട് മാത്രമേ ഇളക്കി കൊടുക്കാവൂ. നമ്മുടെ കോളിഫ്ലവർ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ തീയിൽ വേണം ആദ്യത്തെ സെക്ഷൻ വറുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡബിൾ ഫ്രൈ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ ചെറു തീയിൽ വേണം വറുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഫസ്റ്റത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്, ഞാനത് കോരിയെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം. എല്ലാ സെക്ഷനും വറുത്തെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡബിൾ ഫ്രൈ ചെയ്യുന്ന സെക്കൻഡ് സെക്ഷനിലേക്ക് പോകുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ആദ്യത്തെ സെക്ഷൻ എല്ലാ കോളിഫ്ലവറും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിൽ വറുത്തില്ലേ, അതെല്ലാം കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് സെക്ഷനാണ്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് നല്ല ഹൈ ഫ്ലെയിമിൽ തീ വെക്കുക, എന്നിട്ട് നല്ലതായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ വറുത്ത് കോരി വെച്ച ഫുൾ കോളിഫ്ലവർ, ഒത്തിരി ഉണ്ടെങ്കിൽ പകുതിയാക്കുക, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മുഴുവൻ കോളിഫ്ലവറും ഒന്നിച്ച് ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് വരുവാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇടുന്ന കാരണം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും, അത് കാരണം ഇട്ട് ചൂടനുസരിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരേണ്ടതാണ്. നല്ല ഹൈ ഫ്ലെയിമിലാണ് തീയ്, നന്നായി പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഇത് നമ്മൾ ഡബിൾ ഫ്രൈ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ തവണ വറുക്കുന്നതിനേക്കാളും ഡബിൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ഗോബി 65 അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ഫ്രൈ ഞാൻ എടുത്തത്. അല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇട്ട ഉടനെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം എനിക്ക് ഇച്ചിരി തീ കുറവുള്ളതാണ് ഇത്ര നേരം എടുക്കുന്നത്. ഇപ്പം ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചത് പോരാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ. ഈ സെക്കൻഡ് സെക്ഷൻ വറുക്കുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും ആവണ്ട, പെട്ടെന്ന് എടുക്കാവുന്നതാണ് തിരിച്ച്. വലിയ നമുക്ക് തിരിച്ചെടുക്കാം. നമ്മുടെ ഗോബി 65 റെഡി ആയിട്ടുണ്ട്. തട്ടുകടയിലേക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ റെസിപ്പി ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും സെയിം ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ കോളിഫ്ലവർ വെച്ചിട്ട് വേഗം ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരെ ബൈ.